പ്രേമേന്ദ്രൻ 2 ആഴ്ച മുന്നേ കൊല്ലത്ത് വന്നിട്ട് കുണ്ട്രയിൽ മേൽപ്പാല ഉദ്ഘാടനത്തിന് വന്നിട്ട് പറഞ്ഞു നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി എന്താ വികസനം നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. നരേന്ദ്രമോദി ഇംപ്ലിമെന്റ് ചെയ്യുന്ന വികസനങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ട് മോദിയെ പുകഴ്ത്തി സംസാരിച്ചു. ചോറ് കഴിക്കുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിയെ പൊക്കിയത് പറഞ്ഞത്. ഓക്കെ, അദ്ദേഹം ചോറ് കഴിക്കാൻ പോയതിന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും അദ്ദേഹം പറഞ്ഞത്. നരേന്ദ്രമോദി നല്ല പ്രധാനമന്ത്രി അല്ലേ? തീർച്ചയായിട്ടും അല്ല, ഒരിക്കലും അല്ല. എന്റെ ചോദ്യം പറയണേ, യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഇതേ അഭിപ്രായം തന്നെയാണോ? യൂത്ത് കോൺഗ്രസ്സുകാർക്കും കൊല്ലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർക്കും ഇതേ അഭിപ്രായം തന്നെയാണോ നരേന്ദ്രമോദിയെ പറ്റി? ശരി. അല്ല ഞങ്ങ ചേട്ടാ മൈക്ക് കഴിഞ്ഞു. പറഞ്ഞോ. അല്ല ആ പയ്യനെ കുറ്റം പറയണ്ട. കാര്യം എന്താ അറിയോ, ഉള്ളിന്റെ ഉള്ളിൽ മോദിയുണ്ട്. വേറെ ആരും പക്ഷേ ടി വി കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ എനിക്ക് ചോദിക്കാനുള്ളത് നൗഷാദ് എം എൽ എ അടുത്താണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു മരുന്നുകളും ഇല്ല. നമ്മുടെ ശ്യാംകുമാർ ചോദിച്ചപ്പോൾ അതിന് മറുപടി തരാമെന്ന് പറഞ്ഞ് പുള്ളി പിന്നെ മിണ്ടിയില്ല. അവിടെ പനിയായിട്ട് ചെല്ലുന്നവർക്ക് ഒരു പോയി ചോറ് കൊടുക്കും. അതാണോ ഡിസ്ട്രിക്ട് മരുന്ന്? അതൊരു ട്രോളായിരുന്നു കേട്ടോ. ഇവിടെ പറഞ്ഞോ. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുക. നമ്മുടെ ഇവിടെ നിൽക്കുന്ന MP ഞാൻ ഈ സ്കൂളിലെ PTOയുടെ പ്രസിഡന്റ് കൂടിയാണ്. ഇവിടത്തേക്ക് ഒരു 27 ലക്ഷം രൂപ അനുവദിച്ച് തന്നിട്ട് അതേ കാശ് തിരിച്ചു വാങ്ങിക്കൊണ്ടുപോയി ഈ സ്കൂളിൽ തരത്തില്ല എന്ന് പറഞ്ഞ്. അറിയാവോ, നമ്മുടെ ഈ അഞ്ചാലുമൂട് സ്കൂളിന്റെ ഈ ഗ്രൗണ്ടിൽ നിന്ന് നിന്നാൽ M മുകേഷിന്റെയും PK ഗുരുദാസന്റെയും വികസനമല്ലാതെ ഈ അഞ്ചാലുമൂടിന്റെ മുഖച്ഛായ മാറ്റിയത് LDF തന്നെയാണ്. അതുകൊണ്ട് മുകേഷ് വൻപിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും. ഈ പുകഴ്ത്തി പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്കും അറിയാം. കാരണം എന്താ അറിയോ, ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ MP-യുടെ ഒരു വികസനം കാണിക്കുവാൻ ഈ ബഹളം വെക്കുന്നവരെന്ന് കാണിക്കാവോ? ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു കോൺഗ്രസിന്റെ കുടുംബത്തിലേക്ക് 7 ലക്ഷം രൂപ ചെലവാക്കി കോൺഗ്രസ് ചെയ്തു കൊടുത്തത് അഞ്ചാലുമൂടിന്റെ സെൻട്രൽ ഭാഗത്താണ്. പിന്നെ 2 ഹൈമാൻസുവ ഞാൻ ആർക്ക് ചെയ്തു കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസിന്റെ ഒരു മെമ്പർ കൂടിയാ. അല്ലാതെ ഒറ്റ വികസനം പോലും അഞ്ചാലുമൂട് സ്കൂളിന് വേണ്ടി ചെയ്യുവാൻ ഈ MP-ക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിയോടും NDAയുടെ പ്രതിനിധിയോടും ചോദ്യം. കാരണം ഇവർ രണ്ടുപേരോടും ചോദിക്കുന്ന ഒറ്റ ചോദ്യം ആയതുകൊണ്ട്, കാരണം ഇവർ രണ്ടുപേരും ഒന്നായതുകൊണ്ട് ഒറ്റ ചോദ്യം മതി. 10 കൊല്ലക്കാലമായി ഈ അവരങ്ങനെയാണല്ലോ. നിങ്ങൾ ഒരുമിച്ചല്ലോ മത്സരിക്കുന്നത് ഡിണ്ടിഗില്ലി? ഇവിടെ കേരളത്തിലല്ലോ. കേരളത്തിൽ 2 പേരും 3 പേരും 3 മത്സരിക്കുന്നത്. അല്ല, അതായത് ഈ 10 കൊല്ലക്കാലം കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടാക്കിയ ഒരുപാട് ദ്രോഹങ്ങൾ, ഏറ്റവും അവസാനം പൗരത്വ ഭേദഗതി വരെയുള്ള കാര്യങ്ങളിൽ ഒരു നിലപാടും എടുക്കാതെ BJPയോട് സൈലന്റ് ആയി നിന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് നിലപാടെടുത്ത് വോട്ടിട്ടല്ലോ, 80 പേര് എതിർത്ത് വോട്ട് ചെയ്തല്ലോ. അല്ല, അത് മാത്രമല്ല, അതല്ലേ നിലപാട്? അത് മാത്രമല്ല, അതൊരു ഏറ്റവും അവസാനത്തെ വിഷയമാണ്. പെട്രോളിയം വിലവർദ്ധനവ് ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സമരരംഗത്ത് നിന്നപ്പോ ഏറ്റവും അവസാനം ജന്തർ മന്ദിറിൽ നടന്ന ദില്ലി ചലോ യോഗത്തിൽ പോലും, ആ പരിപാടിയിൽ പോലും കേരളത്തിന് താല്പര്യം സംരക്ഷിക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞില്ല. അവർ BJPയുടെ ഒപ്പം. എന്തുകൊണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കേന്ദ്രത്തോടൊപ്പം നിന്നില്ല? ചോദിച്ചോ. എനിക്ക് നൗഷാദ് MLA-യോടാണ് ചോദ്യം. ചോദിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു ഇവിടെ നാഷണൽ ഹൈവേക്ക് DPR ഇല്ലാതെയാണ് നാഷണൽ ഹൈവേ പണിയുന്നെന്ന് പറഞ്ഞു. അല്ല, DPR ഇല്ലാതെ DPR പ്രിപ്പയർ ചെയ്യുമ്പോൾ MP-യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. ഇവിടെ അതേപോലെ ഇവിടെ കോരം പറഞ്ഞു നമ്മുടെ ഈ സ്കൂള് ഒരു കെട്ടിടം കെട്ടി, അതിന് സ്റ്റെപ്പില്ല, ഒരു പാലം കെട്ടി, ആ പാലത്തിന്റെ പകുതിക്ക് നിൽക്കുക. പെരുമണ്ണിൽ ഒരു പാലം നിൽക്കുക, അതിന് പകുതിക്ക് നിൽക്കുക. ഇവിടെ ഒരു സ്റ്റെപ്പില്ലേ കെട്ടിടത്തിന്? അല്ലാതെ ഇപ്പം കെട്ടിയ എക്സ്ട്രാ വെളിയിൽ കൂടെ ഇപ്പം കെട്ടിക്കൊണ്ടിരിക്കുക. കെട്ടി സ്റ്റെപ്പ് കെട്ടിയില്ലെന്നാണോ? അംഗീകാരം കിട്ടിയില്ല. അംഗീകാരം കിട്ടാതെ വന്നപ്പോൾ സ്കൂളിൽ പുറത്തേക്ക് വരും, മണ്ഡലത്തിലേക്ക് വരും. വെളിയില് ഇപ്പൊ സ്റ്റെപ്പ് കെട്ടി അതിന് അംഗീകാരം നേടാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. NK പ്രേമചന്ദ്രനെ എന്തുകൊണ്ട് വിജയിപ്പിക്കണം കൊല്ലം? ഒറ്റ വാചകത്തിൽ പറയൂ. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും നല്ല MP ആണ് അദ്ദേഹം. ലോകം കണ്ട ഏറ്റവും വലിയ MP ആണ് അതേസമയം നൗഷാദ് MLA പിന്നെ ഇച്ചി ഭേദമാണ്. ഇവിടെ ഇരിക്കുന്ന ചിരിയുണ്ട്. അല്ല, ഇവിടെ ഇരിക്കുന്ന ഒരു MLA ഉണ്ട്. നിയമസഭയിൽ ചെന്നിട്ട് അങ്ങനെ
ആംഗ്യം കാണിക്കുമെന്നാ പറയുന്നത്. പാർലമെന്റിൽ ചെന്ന് ആംഗ്യം കാണിച്ചാൽ മതി. എന്റെ ഒരു ചോദ്യത്തിൽ പറഞ്ഞു പോയതാ. ആംഗ്യം കാണിച്ചാൽ മതി. അവിടെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാവോ, ഹിന്ദി അറിയാവോ, അറിയാം. ഒന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ അറിഞ്ഞുകൂടാ. ഓക്കെ, ശരി ശരി ശരി. ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോ. ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞിട്ടോ എം മുകേഷ് അഞ്ചാലുമുഴുവൻ മുഖച്ഛായ മാറ്റിയെന്ന്. താണ്ട് അപ്പുറത്ത് കാണുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ മൈതാനം ഇന്ന് വഴിയാത്രക്കാരുടെയും മറ്റുള്ളവരുടെയും മലമൂത്ര വിസർജനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി. അതൊരു വലിയ വികസനമാണ് മുകേഷിന്റെ. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അത് കൂടാതെ അഞ്ചാൽമൂടി ടോയ്ലറ്റ് ഇല്ല. അത് കൂടാതെ തന്നെ അഞ്ചാൽമൂടി ടോയ്ലറ്റ് ഇല്ല എന്നാണോ? അത് കൂടാതെ ഇവിടെ കശുവണ്ടിയുടെ ഈറ്റില്ലമാണ് കൊല്ലമെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതെ. പക്ഷെ ആ കശുവണ്ടി എല്ലാം ശരിയാവും, LDF വരും എന്ന മുദ്രാവാക്യമായി പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. 863 കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്ന കൊല്ലം ജില്ലയിൽ ഇന്ന് 50-ൽ താഴെ കശുവണ്ടി ഫാക്ടറി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതിന് എം നൗഷാദിന് മറുപടി പറയാൻ പറ്റുമോ? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങാം. എം നൗഷാദ്, ഈ ചോദ്യത്തിൽ നിന്നല്ലേ താങ്കൾ തുടങ്ങിക്കോളൂ. എന്തുകൊണ്ട് കശുവണ്ടി ഫാക്ടറികൾ 863 മുതൽ 55-ലേക്ക് ഒതുങ്ങി? ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം.